നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം 70% കൂടുതൽ ആൾക്കാരും എന്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ഒന്നും കയറുന്നില്ല എന്ന് ഞാൻ അങ്ങനെ പറയാറില്ല. എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സഹായിക്കുക എന്ന് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ പോകുന്നത് വോട്ടിംഗ് റിസൾട്ടാണ് കേട്ടോ. വോട്ടിംഗ് റിസൾട്ടിലെ 7 പേരുണ്ട് അല്ലേ. 7 പേര് ആരൊക്കെയെന്ന് വെച്ചാൽ അഭിഷേക്, ജാസ്മിൻ, ശ്രീതു, ഋഷി, സായി, നോറ, നന്ദന, ഇത്രയും പേര് ആണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗിൽ അല്ലെങ്കിൽ നോമിനേഷനിൽ വന്നത്. അപ്പൊ ഇന്ന് പുറത്തു പോകുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം അല്ലെ. അതായത് ഈ ആഴ്ച 2 പേര്, അതായത് ഇന്നത്തോടു കൂടി വോട്ടിംഗ് എല്ലാം അവസാനിക്കുന്നു. ഈ ആഴ്ച 2 പേര് കുറഞ്ഞത് പുറത്തായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഡേഞ്ചർ സോണിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നോറ, സായി, നന്ദന, ഈ 3 പേരാണ് ഈ പിന്നീട് എന്താണ് ഈ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ അഭിഷേക്, ജാസ്മിൻ, ഋഷി, ശ്രീതു ഇവരെല്ലാം സേഫ് ആണ് എന്നാണ് നമുക്ക് ഈ അൺഒഫീഷ്യൽ പോളുകളും നമ്മുടെ പോളുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അഭിഷേകും, ജാസ്മിനും, ഋഷിയും, ശ്രീതു. ഈ ശ്രീതുവിന് കഴിഞ്ഞ പ്രാവശ്യത്തിന് ശേഷം യൂട്യൂബ് പോളുകളിൽ വോട്ടില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ശ്രീതു സർവൈവ് ചെയ്തതിനു ശേഷം യൂട്യൂബ് പോളുകളിൽ ശ്രീതുവിന് കുറച്ച് വോട്ട് കയറി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവിടെ പുറത്താകാൻ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു കണ്ണുടച്ചോണ്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി നന്ദനയാണെന്ന് പറയാൻ തോന്നുന്നു അല്ലെ. നന്ദന മിക്കവാറും പുറത്താകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻസ്. കാരണം ഈ പറയുന്ന പെങ്ങളൂട്ടി ഈ ഏട്ടായി കളിച്ച് അവസാനം അവരെ തന്നെ എന്ത് ചെയ്തു, തിരിച്ചു കൊത്തി. ഞാൻ ഇന്നലത്തെ പിന്നെ എന്താണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, പാത്രം അറിഞ്ഞു വേണം നമ്മൾ വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പൊ സായിയുടെ അടുത്തായാലും സിജുവിന്റെ അടുത്തായാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, പാത്രം അറിഞ്ഞ് വിളമ്പണം അല്ലേ. അവളിപ്പോ എന്താ നിങ്ങളെ തിരിച്ചു കൊത്തി, നിങ്ങൾക്ക് എന്ത് കേസും നിങ്ങൾ അവളെ ഒരു അടിമയെ പോലെ കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഞാൻ ചെയ്യുന്നത് എന്തിനും നീ എസ് മൂടണം എന്നൊരു പിന്നെ സിറ്റുവേഷനിലേക്ക് അവൾ മാറുന്നു. അവൾ സായി എന്തിനാണ് ആ പറയുന്ന പിന്നെ വിഷുക്കൈ നീട്ടവട്ടൊക്കെ എടുത്ത് ലാലേട്ടം കൊടുത്തതൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവൾ അത് പട്ടിയെ പോലെ കൊണ്ട് പടാ എന്ന് പറഞ്ഞിട്ട് എടുത്തോളിയിട്ട് നീയൊക്കെ എന്റെ കീഴിൽ കിടന്നാൽ മതി, നീയൊക്കെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് നീ എന്നെ മറ്റേക്ക് അവിടെ എന്നെയൊക്കെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ഡയലോഗാണ് അവിടെ അടിച്ചത്. അവിടെയൊക്കെ സിജു പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ സഹായിക്കും അല്ലെങ്കിൽ നീ പിന്നീട് എന്താണ് ടോപ്പ് 5 അല്ലെങ്കിൽ പെട്ടി ടാസ്ക് വരെ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു എന്ന് കരുതി നമ്മളെല്ലാം ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നിനക്ക് എല്ലാത്തിനും എന്താണ് ഒരു പിന്നെ തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ എന്നെ സഹായിക്കുമെന്ന് നീ കരുതണ്ട എന്നുള്ള രീതി ഇവൾ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇവർ കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ തെറ്റുകളും അവർ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഈ പറയുന്ന എന്താണ് അവരുടെ പേഴ്സണാലിറ്റിയും കളഞ്ഞു അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ നെഗറ്റീവ് ആക്കിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ നന്ദനയ്ക്ക് ഉണ്ടായത് എന്നാ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവര് ഈ പറയുന്ന സായി ആയാലും സിജു ആയാലും ചെയ്തത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അവരുദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. അവരുദ്ദേശിച്ചത് ഒരു പാവപ്പെട്ട പെണ്ണ്, അവർക്ക് വീടില്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടട്ടെ. അപ്പൊ അതുവരെ ഇവളെന്താണ് ഈ പെട്ടി ടാസ്ക് വരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടി എടുത്തുകൊണ്ട് പോട്ടെ, അവർക്ക് ഒരു വീട് കിട്ടുക എന്നുള്ള ഒരു സദുദ്ദേശത്തോട് കൂടി ചെയ്ത ഒരു കാര്യമാണിത്. പക്ഷെ ഇവിടെ അത് മനസ്സിലാക്കാനുള്ള കഴിവോ ബുദ്ധിയോ വിവേകമോ ആർക്കില്ലാതെ പോയി, ഈ പറയുന്ന നന്ദനയ്ക്ക് ഇല്ലാതെ പോയി. നന്ദന ഇത് പാല് തന്ന പിന്നീട് കയ്യിൽ തന്നെ തിരിഞ്ഞു കൊത്തി എന്ന് പറഞ്ഞ അവസ്ഥയിൽ അവരെ തന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി തുടങ്ങി, മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇന്നലെയോ അല്ലെങ്കിൽ മിനിയാന്ന് തൊട്ട് അവരോട് അവളെ എതിർത്ത് സംസാരിച്ചതിന് ശേഷം അവരുടെ വോട്ടിംഗ് നില നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്, മനസ്സിലാവും. അപ്പൊ സിജു ഒക്കെ അവിടെ പറയുന്നുണ്ട് നിനക്കിത് നെഗറ്റീവായിട്ട് ഫലിക്കുമെന്ന് പറയുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സെൻസിൽ അവൾക്ക് എടുക്കാനുള്ള ബുദ്ധിയില്ലായ്മ, ഇപ്പൊ ഒരു കുറച്ച് അഹങ്കാരം കയറിയോ എന്നുള്ള ഒരു തോട്ട്. അപ്പൊ അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക്, ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൾ എന്ത് ചെയ്തു പോകുന്നു. അപ്പം ഈ പറയുന്ന ഇവരെ സഹായിച്ചു അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാം എന്ന് കരുതി സായും സിജുവും മുന്നിട്ട് നിന്നുകൊണ്ട് എടുത്ത ഒരു സംഭവം അത് അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, പുറത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി തീരുകയും അവരൊരു ഏട്ടായി പെങ്ങളൂട്ടി പരിവേഷത്തിലേക്ക് കൊടുക്കുകയും അവർ പുറത്ത് നെഗറ്റീവ് ആവുക മാത്രമല്ല എവിടെ തന്നെ ഇവരെ തിരിഞ്ഞു കൊത്തുകയും ചെയ്തു. അവസാനം ഈ നന്ദനയ്ക്ക് പുറത്തോട്ടുള്ള വഴി വളരെ കൃത്യമായിട്ട് തുറന്നു കാണുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച പുറത്താകാൻ പോകുന്നത് ഒന്ന് നന്ദനയായിരിക്കും, പിന്നെ 2 പേരുണ്ട്, നോറയും സായി. പെങ്ങളൂട്ടിയുടെ കൂടെ നമ്മുടെ പിന്നെ ആങ്ങളെയും കൂടി പോകും എന്നോ എനിക്ക് അറിയത്തില്ല. മിക്കവാറും പെങ്ങളൂട്ടിയും പിന്നീട് ആങ്ങളെയും കൂടി ഒത്തു പുറത്ത് ആവും എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നോറ, സായി, നന്ദന ഈ 3 പേരിൽ ആരെങ്കിലും 2 പേര് പുറത്താകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി 7 പേരായിരിക്കും ഉള്ളത്. ഈ 7 പേരിൽ ഒരാൾ മിഡ് വീക്ക് എവിഷനോ അല്ലെങ്കിൽ പെട്ടി ടാസ്ക് കഴിഞ്ഞിട്ടോ എങ്കിലും ഒരാളും കൂടി പോകുമ്പോൾ പിന്നെ 6 പേര് അല്ലെ. ഈ 6 പേരായിരിക്കും ഫിനാലയിലേക്ക് അല്ലെങ്കിൽ ഫിനാലെ വീക്കിലേക്ക് വരുന്നത്. ചിലപ്പോൾ 7 പേര് തന്നെ ആയിരിക്കും കേട്ടോ. അല്ല നോറയും 7 പേരാവും, 2 പേരില്ലേ പുറത്താവും. 2 പേര് പുറത്തായി പിന്നെ 7 പേരാണ്. അപ്പം 8 പേരാണ്. 8 പേരിൽ ഒരാളെയും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ 7 പേരായിരിക്കും ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.